ടോവിനുണ്ട്, ഷൗബിനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വൈശാഖ് സാറിൻ്റെ ഖലീഫ എന്ന എല്ലാവരും കാത്തിരുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. നമ്മുടെ ഓണത്തിന് മുന്നോടിയായിട്ട് ഒരു തുടക്കം എന്ന നിലയിൽ ഖലീഫ വളരെ ഗംഭീര മികച്ച അഭിപ്രായത്തിലൂടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഓരോ പ്രേക്ഷകനും വളരെ ആകാംക്ഷയോടെ ഇരുന്ന് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റും. അത് ഫാൻസ് എന്ന് ഉദ്ദേശിച്ചല്ല, സിനിമയെ സ്നേഹിക്കുന്ന, അതായത് അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ, പിന്നെ പൃഥ്വിരാജ്, പിന്നെ ഇതിൽ മറ്റൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോവിനോ. കാരണം ടോവിനോൻ്റെ റോള് ഗംഭീർ റോളാണ്. കാരണം ഈ ചിത്രത്തിൻ്റെ ഇത് ഓരോ രംഗങ്ങളും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു കഥ, അതിൻ്റെ മേക്കിങ്, പിന്നെ ഇതിൻ്റെ ജോമോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ DOP, പിന്നെ നമ്മുടെ ജാക്സ് വിജോയ്സിൻ്റെ ഇത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് ഓരോ പ്രേക്ഷകനെയും, മലയാള സിനിമയെ അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏത് പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വൈശാഖ് എന്ന ഡയറക്ടർ, കാരണം അദ്ദേഹത്തെ നമുക്കറിയാം, പുലിമുരുകൻ, മധുരരാജ, പോക്കിരിരാജ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടുള്ള വൈശാഖ് എന്ന അതുല്യ ഡയറക്ടർ എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയെക്കുറിച്ച് എങ്ങനെ കാഴ്ചപ്പാടുണ്ട്, അത് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി, അതായത് DOP ജോമോൻ ഗംഭീരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ലൊക്കേഷൻ, വിദേശത്തായാലും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നെ ആക്ഷൻ രംഗങ്ങളാണ്. ആക്ഷൻ സീക്വൻസൊക്കെ ഗംഭീരം. കാരണം ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഓരോ ആക്ഷൻ സീനും അടിപൊളിയായിട്ടുണ്ട്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് എടുത്തത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ദ്രൻ ചേട്ടന് ഗംഭീരമായിട്ടുള്ള ഒരു വേഷം കൊടുത്തിട്ടുണ്ട്. വളരെ പ്രേക്ഷകർക്ക് ഇന്ദ്രൻ ചേട്ടനെ കാണിക്കുമ്പോൾ തന്നെ നായകന് തുല്യമുള്ള ഒരു കയ്യടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചിത്രം കണ്ടപ്പോൾ ആ സമയത്തുണ്ടായത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം. പിന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ റോൾ, കാരണം ലാലേട്ടൻ ഇതിൽ എന്തായാലും കുറച്ചാണെങ്കിൽ കുറച്ച്, ഇത്ര സെക്കൻഡ് ആണെങ്കിലും മിനിറ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ റോള് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സൗബിൻ ഷാഹിർ പുള്ളിയും തിളങ്ങിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും നല്ലൊരു പെർഫെക്റ്റ് സിനിമയാണ് ഖലീഫ. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഈ വെക്കേഷൻ്റെ ഓണത്തിൻ്റെ തുടക്കമായിട്ട് ഇറങ്ങിയേക്കുന്ന ഈ ഖലീഫ എന്ന ചിത്രം ഒരു തുടക്കമാണ്. ഇനി മറ്റു ചിത്രങ്ങൾ വരാൻ കിടക്കുന്നു. എല്ലാം ഗംഭീരമായി തീരട്ടെ. മലയാള സിനിമയെ നമ്മുടെ ലോകത്തിൻ്റെ ഈ സിനിമ ഈ മേഖലയിൽ കൊടുമുടിയിൽ എത്തിക്കട്ടെ. കാരണം ഓരോ ചിത്രങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓരോ ഡയറക്ടർമാർ അത്രയ്ക്കും എഫക്റ്റ് എടുത്താണ് ഓരോ ചിത്രങ്ങളും ചെയ്യുന്നത്. എന്തായാലും ഇത് പഴയ തലമുറയിലെ നായകനും പുതിയ തലമുറയിലെ നായകന്മാരും ഗംഭീരമായി ഒരു ഓണസദ്യ നമുക്ക് വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറിലൂടെ, ഖലീഫയിലൂടെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എല്ലാവരും കുടുംബസമേതം വന്ന് കാണാൻ പറ്റിയ, ഫാമിലിയായിട്ടും, അതായത് കുടുംബസമേതം, ഇനി ഇംഗ്ലീഷിൽ പറയുന്ന ഫാമിലി, ഓൾ ഫാമിലി മെമ്പേഴ്സായിട്ടും വന്ന് കാണാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ. ആർക്കും ബോറടിയില്ലാതെ നല്ല എഫക്റ്റോടുകൂടി കാണാൻ പറ്റിയ ചിത്രം. നിങ്ങൾ വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. മറ്റ് അഭിപ്രായങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കിഷ്ടപ്പെട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന നിലയിൽ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ടോവിനുണ്ട്, ഷൗബിനുണ്ട്. ക്യാമിയോ ലാസ്റ്റ് പോയിന്റ് തിയേറ്ററിൽ പോയാൽ പക്ക ഒരു നൈറ്റ് വരാം. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ചുമ്മാ